ഹലോ, വെൽക്കം ടു യൂട്യൂബ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയൊരു എൻ്റർപ്രൈസ് ലെവലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. ഒരു ബിഗിനർ ലെവലിൽ നമ്മൾ എല്ലാവരും ഒരു ഡെവലപ്പറായിരിക്കുന്ന എല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ മൊബൈലിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ടല്ലോ, ആ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ചിലപ്പോൾ അത് വീഡിയോ ലെങ്ത്ത് കൂടി പോവാം. ഓക്കെ, അപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ചോയ്സസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് കുറേ ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ. അതായത് നമുക്കൊരു നേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡിൻ്റെ ലെവലിലുള്ള മാത്രം ഒരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ കോഡ് ബേസ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് നോക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഡ് ബേസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. കാരണം എൻ്റെ മൊബൈൽ ആൻഡ്രോയിഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇവിടെ നോക്കുന്നത് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാമെന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രെയിം വർക്കാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഫ്ലട്ടർ എന്നൊരു ക്വസ്റ്റ്യൻ വരും. വേറെ കുറേ ഫ്രെയിം വർക്കുകൾ അവൈലബിൾ ആണല്ലോ, അല്ലെങ്കിൽ നേറ്റീവ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ പോലെ എന്തിനാണ് നമ്മൾ ഫ്ലട്ടർ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി. ഓക്കെ, അതെല്ലാവർക്കും അതേപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഫ്ലട്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഒരു UI ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടൂൾ കിറ്റാണ് സിമ്പിളി ഫ്ലട്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും. വളരെ കുറച്ച് കോഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലട്ടറിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഫ്ലട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോഡ് ബേസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഫ്ലട്ടർ വന്ന സമയത്ത് ഓൾറെഡി ഇത് iOS-നും ആൻഡ്രോയിഡിനും മാത്രമായിരുന്നു സപ്പോർട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, അതിനുശേഷം ഫ്ലട്ടർ 2.0 വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബിനോട് സപ്പോർട്ട് കൊടുത്തു. പിന്നെ ഫ്ലട്ടർ 3.0 തോന്നുന്നു നമുക്ക് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനും കൂടിയുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വളരെ കൂടുതലാണ്. ഇത് അണ്ടർലൈങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് C++ഉം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ പെർഫോമൻസ് ഓറിയൻറ്റഡ് നമ്മൾ നോക്കുമ്പോൾ വളരെ ഫാസ്റ്റാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്ക് മെറ്റീരിയൽ ഡിസൈൻസ് ഇത് കോമ്പാറ്റബിൾ ആണ്. ഓക്കെ, മെറ്റീരിയൽ ഡിസൈൻസ് നമുക്ക് വളരെ സിമ്പിൾ വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇന്ന് കാണുന്ന നമുക്കൊരു മോഡേൺ യുടെ എല്ലാ എലമെൻസും നമുക്ക് ഫ്ലട്ടറിൽ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക എല്ലാ മോഡേൺ UI എലമെൻറ്റ്സ് നമുക്ക് ഫ്ലട്ടറിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു ഫ്ലട്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫ്ലട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലട്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലട്ടർ ഡൗൺലോഡ് നടിക്കുക. ഫ്ലട്ടർ ഡൗൺലോഡ് നടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലട്ടറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകും, flutter.dev എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡൗൺലോഡ് ഫ്ലട്ടർ SDK എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് നമുക്ക് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏതാണോ ഞാൻ യൂസ് ചെയ്യുന്ന ലിനക്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് macOS ആണെങ്കിൽ macOS, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, ഏത് ഇതാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിനക്സിൽ ക്ലിക്ക് ചെയ്യുക. ലിനക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തോട്ട് വെബിലാണ് ആൻഡ്രോയിഡിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ആൻഡ്രോയിഡ് മാത്രമല്ല നമുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ പോവുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആവശ്യമുള്ളത് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. മിനിമം 8GB റാം വേണം. റെക്കമെൻഡ് 16 പിന്നെ CPU കോർ 4 എങ്കിലും മിനിമം വേണം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും സംഭവങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇതും ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണല്ലോ. അതിനുശേഷം കോൺഫിഗറിങ് ടെക്സ്റ്റ് ID എന്ന് പറഞ്ഞിട്ട് വിഷ്വൽ സ്റ്റുഡിയോ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഓൾറെഡി ഇൻസ്റ്റാളേഷൻ ഞാൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോൻ്റെ ഓൾറെഡി ഇൻസ്റ്റാളേഷൻ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഡൗൺലോഡ് ഇൻസ്റ്റാൾ പോകും. അത് ഇൻസ്റ്റാൾ ഫ്ലട്ടർ SDKയിൽ യൂസ് VS കോഡ് ഉണ്ട് ആൻഡ് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ഉണ്ട്. ഡൗൺലോഡ് ഇൻസ്റ്റാളിൽ ഈ ടാർബോൾ ഡൗൺലോഡ് ചെയ്യുക. ടാർബോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു എന്താ പറയുക സ്റ്റേജസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ CD ഫ്ലട്ടർ, അതായത് ഹോമിൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറിയിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലട്ടർ നടിക്കുക, നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഫ്ലട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ 3.19.5 ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫ്ലട്ടർ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെർമിനൽ യൂസ് ചെയ്തിട്ട് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലട്ടർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഫ്ലട്ടർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്തിട്ട് നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റും, അതായത് ഫ്ലട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുക്കുക.
അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഓൾറെഡി കുറേ പ്രൊജക്ട്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങണം. അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉള്ളത്: ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ, ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ്. അപ്പോൾ ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്ലഗിൻസിൽ പോവുക. പ്ലഗിൻസിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്യുക. ഫ്ലട്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതിനുശേഷം ഡാർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഡാർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഡാർട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അത് 2 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊജക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ ഫ്ലട്ടർ SDKയുടെ പാത്ത് ഇവിടെ കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റഡ് അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കൂടെ പോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാത്ത് ഉണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു പാത്ത് ഉണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഫ്ലട്ടറിൻ്റെ SDK ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു പാത്ത് നമ്മളിവിടെ കാണാൻ പറ്റും. ഡൗൺലോഡ്സിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാത്ത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ SDK പാത്തുള്ളത് ഹോം ബാർ അനൂപ് ബാർ ഫ്ലട്ടറിലാണുള്ളത്. അത് ഓക്കെ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം ചോദിക്കും. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ നെയിം ഞാൻ ഇവിടെ കൊടുക്കുന്നത് സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ. ഫ്ലട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഫ്ലട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതായത് എപ്പോഴും അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മൾ സ്പേസ് ഉണ്ടെങ്കിൽ സ്പേസ് ഇട്ട് കൊടുക്കരുത്. പ്രൊജക്റ്റ് നെയിം ഫ്ലട്ടർ ടെസ്റ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റിനകത്തുള്ള ഫ്ലട്ടർ ടെസ്റ്റിനാണ്. നോ പ്രോജക്റ്റ്. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ, നോ പ്രോബ്ലം. ആപ്ലിക്കേഷൻ ടൈപ്പ് ആപ്ലിക്കേഷനാണ്. പ്ലഗിൻ ചെയ്യാൻ പറ്റും, പാക്കേജ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ com.example കൊടുക്കാൻ, നോ പ്രോബ്ലം. പക്ഷേ നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഇതൊരു നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് വിചാരിക്കുക. അപ്ലോഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ com.example എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ടൈപ്പ് നമുക്ക് സമ്മതിക്കില്ല. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക്കലായിട്ടൊരു ഓർഗനൈസേഷൻ ടൈപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ യൂസ് ചെയ്യുന്ന in.anoop അല്ലെങ്കിൽ പ്രൊജക്ട്സ് എന്ന് മാത്രം കൊടുത്താലും മതി. ഓക്കെ, ഓട്ടോമാറ്റിക് ഫ്ലട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി വരും. ഓക്കെ, അങ്ങനെ കൊടുക്കാം. അതിനുശേഷം ആൻഡ്രോയിഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ സംഭവം കൊട്ടിലിന് കൊടുക്കുക, ജാവ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയത് ജാവ ആയതുകൊണ്ട് ഞാൻ ജാവ സെലക്ട് ചെയ്യുന്നു. കൊട്ടിലിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, അതിനുശേഷം iOS ലാംഗ്വേജ് സ്വിഫ്റ്റ് ആണ്. ഓക്കെ, നമുക്കിവിടെ ബാക്കിയുള്ളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ലിനക്സ് ആവശ്യമില്ല, macOS ആവശ്യമില്ല, വിൻഡോസ് ആവശ്യമില്ല, വെബ് ആവശ്യമില്ല, ഒന്നുമില്ല. iOS വേണമെങ്കിൽ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ടിക്ക് ചെയ്യുന്നു, നോ പ്രോബ്ലം. കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ആൻഡ്രോയിഡ് എന്തായാലും ടിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം മൊഡ്യൂൾ നെയിം ഫ്ലട്ടർ ടെസ്റ്റ് എന്ന് കൊടുത്തു. ഇതെല്ലാം ഓക്കെയാണ് നോക്കുക. കറണ്ട് റൂട്ട് ഇവിടെയാണ്, അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റിനകത്താണ്. മൊഡ്യൂൾ ലൊക്കേഷനും ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രോജക്റ്റിനകത്താണ്. അതിനുശേഷം ക്രിയേറ്റ് നടിക്കുക. അപ്പോൾ ഇൻവാലിഡ് ഫ്ലട്ടർ ടെസ്റ്റ്, ദിസ് ഈസ് വിൽ കോൺഫ്ലിക്റ്റ് ഫ്ലട്ടർ പാക്കേജ് ഡിപ്പെൻഡൻസി. ഓക്കെ, ഫ്ലട്ടർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫ്ലട്ടർ ടെസ്റ്റ് അനൂപ് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, ഫ്ലട്ടർ ടെസ്റ്റ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഓൾറെഡി അതിന് കൺഫ്യൂഷൻ വരുന്നതാണ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് അടിക്കുക. ഓക്കെ, ക്രിയേറ്റ് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊരു കുറച്ച് സമയം കൊടുക്കട്ടെ ഇതൊന്ന് ക്രിയേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഒന്ന് ഇനീഷ്യലി സെറ്റപ്പ് ആവാൻ കുറച്ച് ടൈം എടുക്കും, അത് നമ്മൾ സമയം കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇൻഡെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. താഴെ ആയിരിക്കും അതിൻ്റെ എല്ലാ പ്രോഗ്രസ് ബാർ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഓൾറെഡി എല്ലാ സെറ്റപ്പ് ആണെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രസ് ബാർസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഫുൾ വിൻഡോ ആക്കാണ്. ഫുൾ വിൻഡോ ആക്കിയതിന് ശേഷം ഇതാണ് നമ്മുടെ എററൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് കോഡാട്ടോ. ഓൾറെഡി നമുക്ക് കുറേ കോഡ്സ് അവൈലബിൾ, അതായത് ഒരു ബോയിലർ പ്ലേറ്റ് കോഡ് ഓൾറെഡി ആൻഡ്രോയിഡ് സ്റ്റുഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അതല്ലാതെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് റൺ ചെയ്ത് കിട്ടണം, അതായത് റൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്ലട്ടറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ആൻഡ്രോയിഡ് ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ സംഭവമില്ല, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ ഇത് കാണാൻ പറ്റും. അതിൽ നമ്മൾ പ്രൊജക്റ്റ് നാക്കാം. പ്രൊജക്റ്റ് നാക്കി കഴിഞ്ഞാൽ നമുക്ക് എൻ്റയർ കംപ്ലീറ്റ് പ്രൊജക്റ്റിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചറിൽ കിട്ടും. ഓക്കെ, ഇതിൽ ലിബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഈ ലിബ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ ഈ പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയൽസും നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഈ ലിബിനകത്തായിരിക്കും. ലിബ് എന്ന് പറഞ്ഞാൽ ലൈബ്രറി എന്നാണ് കേട്ടോ. ഓക്കെ, അതിനുശേഷം ആൻഡ്രോയിഡിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആൻഡ്രോയിഡിനകത്ത് കിടക്കുന്നുണ്ടാവും. iOSനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ iOS, അതായത് നേറ്റീവ് ആയുള്ള ആപ്ലിക്കേഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ ആൻഡ്രോയിഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് കാണാൻ പറ്റും, ബിൽഡ് കാണാൻ പറ്റും, ഗ്രേഡിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ SRCനകത്തുള്ള ബിൽഡ് ഗ്രേഡിൽ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നെയിം സ്പേസ് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും in.anooptube.projects.fluttertest anooptube എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഫയർ ബേസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നെയിം സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെ പാക്കേജ് നെയിം എന്ന് ചോദിക്കും. അത് ഈ സംഭവമാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിക്കാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ലിബിനകത്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ pubspec.yaml എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഓക്കെ, ഇതിനകത്താണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ അഡീഷണലി എല്ലാ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ സ്റ്റാറ്റിക് ഫയൽസ്, പിന്നെ ഫോൺസ്, പിന്നെ
ലാംഗ്വേജ് ഫയൽസ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇതിനകത്തായിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെ, പിന്നെ വേർഷൻ എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം SDK കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഡിപ്പെൻഡൻസീസ്, ഈ ഡിപ്പെൻഡൻസിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ സാധനങ്ങൾ, അതായത് പുതിയ ഡിപ്പെൻഡൻസി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫയർ ബേസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫയർ ബേസ്, ഗെറ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, നമുക്ക് അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. അങ്ങനെ സംഭവങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ ഫോൺസ്, സ്റ്റാറ്റിക് ഫയൽസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പബ് ഗെറ്റ് എന്ന് പറയുന്ന സംഭവം, ഈ pub.get അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ അതിൻ്റെ ഡിപ്പെൻഡൻസീസും ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാഷെ ഫയൽ ഉണ്ടാക്കും. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് ഇത് എല്ലാ കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ pubspec.yaml എന്ന് പറഞ്ഞ ഫയലുണ്ട്. ഇനി നമുക്ക് എല്ലാം ഉള്ളത് ഈ main.dart ആണ്. ഈ main.dart എന്നായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങുന്നത്. നമുക്ക് എല്ലായ്പ്പോഴും ഒരു C++ ഫയലാണെങ്കിലും നമുക്ക് ജാവ ഫയലാണെങ്കിലും ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടാവുമല്ലോ. ഈ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ main.dartനകത്ത് നമുക്ക് ഏറ്റവും മേലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും void main run app of const my app എന്ന് പറഞ്ഞ സംഭവം. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ എൻട്രി പോയിന്റ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് മാനേജർ ഉണ്ടായിരിക്കും, ഇവിടെ കാണാൻ പറ്റും. ഈ ഡിവൈസ് മാനേജർ എടുക്കുക, അതിനുശേഷം നമ്മൾ ഈ ഓൾറെഡി AVD, അതായത് AVD പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ ഡിവൈസുകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസാണ് AVD എന്ന് പറഞ്ഞ സാധനം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് അടിക്കുക. അതിനുശേഷം ഇതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ചെയ്തത്, ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട്, അതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ, നമുക്കൊരു ഫോൺ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക, അതിനുശേഷം ഇതിൽ നമ്മൾ ഏതാണോ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള, ഓക്കെ, അതിലെല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻഡ്രോയിഡിൻ്റെ വിർച്വൽ ഡിവൈസ് അവൈലബിൾ ആവും. ഓക്കെ, ക്യാൻസൽ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി 2 ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാണ്. റൺ അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ഇത് വരും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് ആണ് കേട്ടോ. അത് ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു വിർച്വൽ ഡിവൈസ് ഒന്നും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോൺസ്, നമ്മുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ആപ്സ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം റൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും, കാരണം ഇതൊന്ന് ബിൽഡ് ചെയ്തിട്ട് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോഗ്രസ്സും നമ്മൾ കാണാൻ പോകുന്ന ഇവിടെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബിൽറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്ത് ലോഡ് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡിലേ ഉണ്ടാവും കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അതിനുശേഷം സിങ്ക് ചെയ്തു. നമ്മുടെ ഒരു ഡെമോ ആപ്ലിക്കേഷൻ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2-3 എന്ന് പറഞ്ഞിട്ട് സാധനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡെമോ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഉണ്ടാക്കുന്ന ഒരു ഡെമോ ആപ്ലിക്കേഷനാണ് ഈ സംഭവം. ഇതാണ് നമ്മുടെ ബേസിക്കലി ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. ഈ ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഫ്ലട്ടറിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു main.dart ഫയൽ യൂസ് ചെയ്തിട്ടാണ്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാട്ടെ ഞാൻ. ഓക്കെ, ഈ main.dart ഫയലിലായിരിക്കും നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷനാണ് നമ്മുടെ എൻട്രി പോയിന്റ് ഉണ്ടാവുക. ഈ മൈ ആപ്പ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആയിരിക്കും. ഓക്കെ, ആ ക്ലാസ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ക്ലാസ് ഇപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈ ആപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഒരു ക്ലാസ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഫ്ലട്ടർ അപ്ലിക്കേഷൻസ് എല്ലാം അല്ലെങ്കിൽ ഫ്ലട്ടറിലുള്ള എല്ലാ സംഭവങ്ങളും ഒരു വിഡ്ജറ്റ്സ് ആണ്. ഓക്കെ, വിഡ്ജറ്റ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് ഫ്ലട്ടർ എന്ന് പറഞ്ഞ സംഭവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് എല്ലാം ഓരോ വിഡ്ജറ്റ്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മൈ ആപ്പ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു വിഡ്ജറ്റ് എന്നായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇൻഹെറിറ്റ് ചെയ്യുന്ന എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് വിഡ്ജറ്റ് ഉള്ളത്, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റും സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റും. ഇപ്പോൾ അത്ര മാത്രം ആലോചിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞു, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സംഭവത്തിൻ്റെ ഒരു ബിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ റൈഡ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് പറഞ്ഞിട്ട് നോക്കുക. അതിനുശേഷം ഓവർ റൈഡ് മെത്തേഡ്സ് ഉണ്ടാവും. അതിൽ നമുക്ക് ഏറ്റവും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ബിൽഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവണം. ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റിനകത്ത് ബിൽഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ കൊടുക്കുക. ഒരു ആപ്പിൻ്റെ ക്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബിൽഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓവർ റൈഡ് ചെയ്യുന്നത് റിട്ടേൺ ചെയ്യുന്ന ഒരു വിഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ റിട്ടേൺ എന്ന് കൊടുക്കുക. അതിനുശേഷം സിംപ്ലി എന്തെങ്കിലും ഒരു വിഡ്ജറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടത് ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ഫ്രെയിംവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന സംഭവമായിരിക്കും. ജസ്റ്റ് ആലോചിക്കുക, നമുക്ക് ഇതല്ലാതെ ഇതൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആപ്പ് ആയിരിക്കും. അപ്പോൾ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ, മെറ്റീരിയൽ ആപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, ഈ മെറ്റീരിയൽ ആപ്പ് ആണെങ്കിൽ നമ്മുടെ ഏറ്റവും റൂട്ട് എലമെന്റ് എന്ന് പറയുന്ന സംഭവം, ഈ റൂട്ട് എലമെന്റ് വെച്ചിട്ടാണ് നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഓക്കെ, ഈ മെറ്റീരിയൽ ആപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലട്ടറിന്റെ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്നായിരിക്കും. മെറ്റീരിയൽ ആപ്പ് തുടങ്ങിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷന്റെ ഫുൾ സ്ട്രക്ചർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു
വിഡ്ജറ്റാണ് മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന സംഭവം. മെറ്റീരിയൽ ആപ്പ് ഓൾറെഡി വിഡ്ജറ്റാണ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൻ്റെ മെറ്റീരിയൽ ഡിസൈൻസ് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം വിഡ്ജറ്റാണ് മെറ്റീരിയൽ ആപ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് തീം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗട്ട്സ്, അതായത് നമുക്ക് സെപ്പറേറ്റ് റൗട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് റൗട്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഒരു പാത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കലി ഒരു പേജിലോട്ട് നമുക്ക് പോകണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കലൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക്കലി ഒരു ആപ്പ് നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കും. അതെല്ലാം നമുക്ക് മെറ്റീരിയൽ ആപ്പ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെറ്റീരിയൽ ആപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് മെറ്റീരിയൽ ആപ്പിലുള്ളതാണ് ടൈറ്റിൽ എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ടൈറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മൈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും. ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമാണ്. ഹോമിലായിരിക്കും നമ്മൾ എൻ്റയർലി ഒരു ആപ്ലിക്കേഷൻ്റെ പേജ് നമ്മൾ റെൻഡർ ചെയ്യുന്നത് ഹോമിനകത്തായിരിക്കും. അപ്പോൾ ഹോം എന്ന് കൊടുക്കുക. ഹോം എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു എന്താണ് വിഡ്ജറ്റ് റെൻഡർ ചെയ്യണമെങ്കിൽ റെൻഡർ ചെയ്യാം. ഓക്കെ, അത്ര ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കാഫോൾഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു എൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ സ്കാഫോൾഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് നമ്മൾ. സ്കാഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിളി ഒരു വിഡ്ജറ്റാണ്. ആ വിഡ്ജറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് ഉണ്ട്. അപ്പോൾ സ്കാഫോൾഡ് എന്ന് കൊടുക്കുക. സ്കാഫോൾഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതായത് ആപ്പ് ബാർ ഉണ്ട്. ആപ്പ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ സിംപിളി പറയുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ആപ്പ് എടുക്കുകയാണ്. ഇവിടെ ഇത് ഞാൻ ഉണ്ടാക്കിയ ആപ്ലിക്കേഷൻ്റെ ജസ്റ്റ് ഒരു ഡെമോ ഉണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്പ് ബാർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആപ്പ് ബാറിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്ന സംഭവമുണ്ട്. പിന്നെ നമുക്ക് ബോഡി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഹാംബർഗർ മെനു ഉണ്ടല്ലോ, നമുക്ക് നാവിഗേഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഡ്രോവർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി സ്കാഫോൾഡിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി സിമ്പിളി ഒരു സ്കാഫോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാഫോൾഡിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണെന്ന് പറഞ്ഞാൽ ആപ്പ് ബാർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ആപ്പ് ബാറിനകത്ത് നമുക്ക് സിമ്പിളി കൊടുക്കാൻ പറ്റും ആപ്പ് ബാർ ഓഫ്. ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ടൈറ്റിലാണ്. അപ്പോൾ ടൈറ്റിൽ നിന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് വിഡ്ജറ്റിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിന് ശേഷം എന്താണ് ആപ്പ് ബാർ എന്ന് പറഞ്ഞ സംഭവം എന്താണ് സിമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, കോൺസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ എനിവേ, അപ്പോൾ കോൺസ്റ്റ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആപ്പ് ബാർ നമുക്ക് കൊടുക്കാൻ പറ്റും. ആപ്പ് ബാർ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ സ്കാഫോൾഡിനകത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ബോഡി കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ബോഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളി ഒരു ഫുൾ സ്ട്രക്ചർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് ഓഫ് മൈ ബോഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു ഡ്രോവർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത്രയും കാലത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ആപ്പ് ബാറിനകത്ത് നമുക്ക് മൈ ആപ്പ് എന്ന് പറഞ്ഞു മൈ ബോഡി എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ബോഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് അടിയിലൊരു ബോട്ടം നാവിഗേഷൻ ബാർ വേണമെന്നുണ്ടെങ്കിൽ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബോട്ടം നാവിഗേഷൻ ബാർ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാണ്, ജസ്റ്റ് ടൈം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ജസ്റ്റ് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് സിമ്പിൾ ഇത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടം നാവിഗേഷൻ ബാർ വന്നു. ഹോം എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡ്രോവർ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡ്രോവർ ഈക്വൽ ടു ഡ്രോവർ ഓഫ്. അപ്പോൾ ടൈറ്റിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ടൈറ്റിൽ പറഞ്ഞ സംഭവം നമുക്ക് ടെക്സ്റ്റിനകത്ത് നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡ്രോവർ ഐറ്റം വന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ ഡ്രോവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രോവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ഐഡിയ കിട്ടിയല്ലോ. ഇങ്ങനെയാണ് നമുക്കൊരു ഫ്ലട്ടറിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും. അപ്പോൾ ഈ സ്കാഫോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആപ്പ് ബാർ, ബോഡി, ഡ്രോവർ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പുതിയ പേജിലോട്ട് പോകണമെങ്കിൽ പുതിയ പേജിലോട്ട് പോകാൻ പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ട് ആപ്ലിക്കേഷന് നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ബോഡി നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് സെൻറ്ററിലേക്ക് ആക്കണം വിചാരിക്കും. പക്ഷേ സെൻറ്റർ പറഞ്ഞിട്ടൊരു നമുക്ക് ഓൾറെഡി ഒരു വിഡ്ജറ്റ് അപ്ലിക്കബിൾ ആണ്. ജസ്റ്റ് ഒന്ന് റീറൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടത് ബോഡി സെൻട്രിക്കായി. വൈ ബോഡി എന്ന് പറഞ്ഞ സംഭവം സെൻട്രിക്കായി. നമുക്കതിനെ കോളമായിട്ടും റോ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ ടാപ്പ് ചെയ്യാൻ പറ്റും. ഒക്കെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വിൻഡോയിലോട്ട് പോകണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മളിപ്പോൾ ഇതിൽ കവർ ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഇൻട്രൊഡക്ഷനാണ്. നമുക്കൊരു ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് നമുക്ക് നോക്കിയതോ. ഓക്കെ, ബേസിക്കലി ഒരു ആപ്ലിക്കേഷനാണിത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് നമുക്ക് ഇതിനെ എങ്ങനെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാം. ഇതിന് നമുക്കൊന്ന് ബിൽഡ് ചെയ്തിട്ട് നമുക്കൊരു APK ഫയൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ APK ഫയൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിൽ പോവുക, ഫ്ലട്ടറിൽ ബിൽഡ് APK എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഒരു ക്ലിക്ക് ഇതുണ്ടോ ബട്ടൺ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു നമ്മുടെ APK നമുക്ക് ബിൽഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജസ് ഇവിടെ കാണാൻ പറ്റും. ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ബിൽഡ് ചെയ്ത് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും.
ബിൽഡ് ആപ്പ് ഔട്ട്പുട്ട് ഫ്ലട്ടർ എ പി കെ ആപ്പ് റിലീസ് എ പി കെ എന്ന് പറഞ്ഞിട്ട് റിലീസ് ടൈപ്പിലുള്ള ഒരു എ പി കെ നമുക്ക് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് 17.7 MB എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിൽ പോവുക, ഒന്ന് റിഫ്രഷ് ചെയ്ത് കേട്ടോ. റീലോഡ് ഫ്രം ഡിസ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഔട്ട്പുട്ട്സിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എ പി കെ കാണാം, ഫ്ലട്ടർ എ പി കെ കാണാം. ഫ്ലട്ടർ എ പി കെനകത്ത് നമുക്ക് ആപ്പ് റിലീസ് .apk എന്ന് പറഞ്ഞ ഫയൽ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ഇൻ ഫയൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയൽസ് കാണാൻ പറ്റും. നമുക്ക് ഇതാണ് നമ്മുടെ എ പി കെ ഫയൽ. ഈ എ പി കെ ഫയൽ എടുത്തിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് എ പി കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു ഫുൾ ഫ്ലഡ്ജ് ആപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഔട്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഓരോ കമ്പോണൻസ് എന്തൊക്കെയാണ്, നമുക്ക് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.